ഇത് നമ്മളിപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം കാശി മണികർണിക ഘാട്ടിലെ അഘോരികൾ വന്നൊരു പൂജാ സമ്പ്രദായത്തിൽ അത് വിധിവത്തായിട്ട്. കാരണം അദ്ദേഹം അഘോരി അഖാഡയുടെ ആചാര്യ മഹാമണ്ഡലസ്ഥരാണ് മണികണ്ഠൻജി മഹാരാജ്. അദ്ദേഹം കഴിഞ്ഞ കുംഭമേളയിൽ, പ്രയാഗ് കുംഭമേളയിൽ ഏറ്റവും അധികം ആൾക്കാരെ ആകർഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്ന് വെച്ചാൽ മുഴുവൻ കുംഭമേളയിൽ അഘോരി അഖാഡ അത്രയധികം സാന്നിധ്യം അറിയിച്ചിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ആദ്യത്തെ മഹാമേളയിൽ നമ്മൾ എല്ലാ സമ്പ്രദായങ്ങളും എന്ന് വെച്ചാൽ ശങ്കരാചാര്യർ മുതൽ ചണ്ടാളൻ വരെ ഇതിൻ്റെ ഭാഗവക്കാണ്. അപ്പോൾ ആ ചണ്ടാള ബാബ തൊട്ട് ശങ്കരാചാര്യർ വരണം എന്നുള്ള അതിൻ്റെ ക്രിയകളുടെ ഭാഗമായിട്ടാണ് ഇദ്ദേഹവും ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവരുടെ ഹവനകുണ്ഡം തൊട്ട് എല്ലാത്തിനും വിശേഷതകളുണ്ട്. ത്രികോണ ആകൃതിയിലാണ് അതിൻ്റെ ഹവനകുണ്ഡമുള്ളത്. രാത്രി 12 മണി മുതലാണ് ഇവരുടെ പൂജകൾ സാധാരണഗതിയിൽ ആരംഭിക്കുക. അത് 2 മണി വരെ നിൽക്കും. അത് പലതരത്തിൽ ബലിപ്രദ എന്ന് വെച്ചാൽ ബലിയൊക്കെയുള്ള ഹവനങ്ങളുണ്ട്. പക്ഷേ ഇവിടെ സാത്വികമായിട്ടാണ്. സാത്വികം എന്ന് വെച്ചാൽ അതിൻ്റെ വിധിവത്തായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഉള്ള കാര്യങ്ങളോടുകൂടിയാണ് ഇവിടെ ചടങ്ങുകളെല്ലാം നിർവഹിക്കപ്പെടുന്നത്. അതെ, മഹാകാളിയാണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മുഴുവൻ ഇതിൻ്റെ കുംഭമേള ഇവിടുത്തെ നമ്മളുടെ ചടങ്ങുകൾ എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാധാരണ കുംഭമേള തുടങ്ങുന്ന ചാവനി പ്രവേശം എന്ന് പറയുന്നൊരു ചടങ്ങിനോട് കൂടിയാണ്. എന്ന് വെച്ചാൽ അഖാഡയുടെ ധ്വജം അല്ലെങ്കിൽ സന്യാസിമാർ അവരവരുടെ കുടിയകളിലേക്ക് പ്രവേശിക്കുന്ന ധ്വജം ഉയർത്തുന്നതോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അത് തീരുന്നത് കടി പക്കോട എന്ന് പറയുന്നൊരു ചടങ്ങോട് കൂടിയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ ഭക്ഷണം, എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്ത് കടി പക്കോട വിതരണം ചെയ്തിട്ട് വിദായി പരസ്പരം പിരിയുക, അത്രയും ചടങ്ങുകളുണ്ട്. ഇതിനിടയിൽ നമ്മൾ വിശേഷപ്പെട്ട 3 സ്നാനങ്ങൾ, നാളെ ഉൾപ്പെടെയുള്ള 3 സ്നാനങ്ങൾ നമ്മളിവിടെ ആചരിക്കുന്നുണ്ട്. ഇത് ഈ മഹാമകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലാണോ പ്രധാനപ്പെട്ട ആചാരങ്ങളായിട്ട്? അതെ. ഇത് നമ്മൾ അങ്ങനെയാണ്. ഓരോ നക്ഷത്രങ്ങളുണ്ട്, നക്ഷത്രപ്രധാനമായിട്ട് ചെയ്യുന്നുണ്ട്, രാശിപ്രധാനമായിട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല വിധിവിധാനങ്ങളോടുകൂടിയാണ് ചെയ്യുന്നത്. ഇനി ഇതിപ്പോൾ നമുക്കിവിടെ ഒത്തിരി പ്രത്യങ്കുരി ഹോമം ഉണ്ടായിരുന്നു, അശ്വാരൂഢ ഹോമം, വളരെ ഗോപ്യമായിട്ടുള്ള പലതരം കർമ്മങ്ങൾ നമ്മളിവിടെ നിർവഹിച്ചു കഴിഞ്ഞതാണ്. ആദ്യമായിട്ടായിരിക്കും ഈ ഒരു നിലാദീനം ഇത്രയും മഹത്തരമായ കർമ്മങ്ങൾക്ക് വേദിയാവുന്നല്ലേ? അതെ, 200-271 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതൊരു പുനരുജ്ജീവനം പോലെയാണ്. കാരണം നമ്മളുടെ പ്രതീക്ഷയിൽ പോലും ഞങ്ങൾ പോലും ഇവിടെ ഭക്ഷണം കൊടുക്കാനായിട്ട് ആദ്യം ഒരു 2000-3000 പേർക്ക് മതിയായിരിക്കുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ 3 നേരം ഭക്ഷണം ഒരുക്കിയിരുന്നത്. പക്ഷേ ഇപ്പോഴും ഏകദേശം 25,000-ഓളം ആൾക്കാരാണ് നമ്മളിവിടെ ഭക്ഷണം കൊടുക്കുവാൻ സാധിക്കുന്നത്. അതിനിപ്പോൾ എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങൾ അത് വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ചടങ്ങുകൾ തന്നെ നമ്മളിപ്പോൾ ഒന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ചടങ്ങുകളുണ്ടാണ് അല്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ചിത്രകാരനാണ് മധു വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വരയ്ക്കാം, ആർക്ക് വേണമെങ്കിലും കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരയ്ക്കാനുള്ളതുണ്ട്. നിലപാട് തറ എന്ന് പറയുന്ന നമ്മളുടെ മുഖ്യ സ്റ്റേജിലാണ് എല്ലാ ചടങ്ങുകളും നടക്കുന്നത്. അങ്ങനെ വളരെ വൈവിധ്യത്തോടു കൂടി, ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും ആൾക്കൂട്ടമാണ് ഇവിടെ, ജനസഞ്ചയമാണ് ഇവിടെ എത്തിച്ചേരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.